എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിലായാലും നമ്മുടെ സമൂഹത്തിലായാലും നമുക്കൊരു വിലയുണ്ടാവണമെങ്കിൽ, മറ്റുള്ളവർ നമ്മളെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ, നമ്മളെ ഒന്ന് അംഗീകരിക്കാൻ തയ്യാറാവണമെങ്കിൽ, അതുപോലെ ഒരുപാട് ആത്മവിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ നേരിടാൻ കഴിയണമെങ്കിൽ, കുറെ കൂടി ധൈര്യത്തോടെ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ട ഒരു കാര്യമുണ്ട്. അത് പണമാണ്, അല്ലേ? സാമ്പത്തികമായി വളരുക എന്നുള്ളതാണ്. പണമില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലായാലും നമ്മുടെ സമൂഹത്തിലായാലും ആരും ഒരു വിലയും നൽകില്ല എന്ന ഈ യാഥാർത്ഥ്യത്തെ നമുക്ക് ആദ്യം ഉൾക്കൊള്ളാൻ കഴിയണം, അല്ലേ? മനസ്സിലാക്കാൻ പറ്റണം, തിരിച്ചറിയാൻ പറ്റണം. അതുപോലെ നമ്മുടെ ആത്മവിശ്വാസം ചോർന്നു പോകുന്നത് സാമ്പത്തികമായിട്ട് നമ്മൾ ഒന്നുമല്ല എന്ന് നമ്മൾ സ്വയം ബോധ്യപ്പെടുന്നിടത്താണ്. നമ്മുടെ ധൈര്യം ചോർന്നു പോകുന്നത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ പണം എന്ന വാക്കിന് ഈ ലോകത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നതിനപ്പുറം വല്ലാതൊരു കരുത്തുണ്ട്, ശക്തിയുണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണമാണ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല ആളുകളും അംഗീകരിക്കാറില്ല. പല ഫിലോസഫികളും നമുക്ക് പറയാനുമുണ്ടാവും. അതിനേക്കാൾ പ്രാധാന്യമുള്ള പലതും ജീവിതത്തിലുണ്ട് എന്ന് പറയാനും നമുക്ക് സാധിക്കുകയും ചെയ്യും, ന്യായീകരിക്കാനും കഴിയും. പക്ഷേ യാഥാർത്ഥ്യത്തോടടുക്കുമ്പോൾ പണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഇന്നലെ വരെ സാമ്പത്തികമായിട്ടൊക്കെ നല്ല രീതിയിൽ ജീവിച്ച് ഇന്നത്തെ ദിവസം സാമ്പത്തികമായിട്ട് നമ്മൾ ഒന്നുമില്ലാതായി പോകുമ്പോൾ, നമ്മളിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമ്പോൾ, അത് മനസ്സിലാക്കിയ ആളുകളുടെ മുന്നിൽ നമ്മൾ പോകുമ്പോഴാണ് പണത്തിന് ഇത്രയധികം പ്രാധാന്യമുണ്ടായിരുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാനാവുക. ഇന്നലെ വരെ സ്നേഹത്തോടെ കൂടെ ഉണ്ടായിരുന്നവർ, നമ്മളെ റെസ്പെക്റ്റ് ചെയ്തിരുന്നവർ, നമ്മളെ കുറെ കൂടി അംഗീകരിക്കാൻ തയ്യാറായി നിന്നവർ, ഇന്ന് നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാതെ നമ്മളെ മാറ്റി നിർത്തുന്ന, നമ്മളെ അവഗണിക്കുന്ന, നമ്മളെ കളിയാക്കാൻ തയ്യാറാകുന്ന ഒരു കൂട്ടം ആളുകളെ നമുക്കവിടെ കാണാനാവും. ഇവിടെയാണ് പണം എന്ന വാക്കിന് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം വിലയുണ്ടായിരുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാനാവുക. അതുകൊണ്ട് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണമുണ്ടാക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം എന്നുള്ളത് തന്നെയാണ്. നിലവിലുള്ള നിങ്ങളുടെ സാമ്പത്തികമായ ചുറ്റുപാടുകൾ എന്താണോ അത് മനസ്സിലാക്കി അതിനെ ഓരോ ദിവസവും ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. ഇന്ന് എന്താണോ നമ്മുടെ വരുമാനം, അതിൽ നിന്ന് എങ്ങനെ മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ കുറച്ചുകൂടി സാമ്പത്തികമായിട്ട് എങ്ങനെ വളരാം, അതിനെക്കുറിച്ച് എപ്പോഴും നമുക്ക് ചിന്തിക്കാനും അതിനുവേണ്ടി പരിശ്രമിക്കുവാനും അത് വളർത്തിയെടുക്കുവാനും നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. അതിനുള്ള അവസരങ്ങൾ, അതിനുള്ള സാധ്യതകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. നിങ്ങളൊരു ഷോപ്പിൽ ജോലി ചെയ്യുന്നു, നിങ്ങൾക്ക് കൃത്യമായ ഒരു വരുമാനം കിട്ടുന്നുണ്ടാവും. പക്ഷേ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും സാധ്യമാവുന്നില്ല. ജീവിച്ചു പോകും എന്നതിനപ്പുറം ജീവിതത്തിൻ്റെ സൗകര്യങ്ങളെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ജീവിതം ഒരിക്കലും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ജീവിതം എപ്പോഴാണ് ആസ്വദിക്കപ്പെടുന്നത്? ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ കൂടുമ്പോഴാണ്. പണ്ടത്തെ കാലത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വലിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് എൻ്റെയൊക്കെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നത് പഴയ ഒരു റേഡിയോ മാത്രമായിരുന്നു. ആ സൗകര്യത്തിൽ നിന്ന് നമ്മൾ ഇന്ന് ഒരുപാട് മാറിയിട്ടില്ലേ? പിന്നീട് നമ്മൾ ടി വി വാങ്ങി, ഫ്രിഡ്ജ് വാങ്ങി, മിക്സി വാങ്ങി, സ്റ്റൗ വാങ്ങി, വാഷിംഗ് മെഷീൻ വാങ്ങി. ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡായി മാറിയത് AC ആണ്, അല്ലേ? അപ്പോൾ അത്രത്തോളം സൗകര്യങ്ങളിലേക്ക് മനുഷ്യൻ തീവ്രമായി ആഗ്രഹിക്കുവാനും വളരുവാനും ചിന്തിക്കുവാനും തുടങ്ങിയെന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും ആ ഒരു മാനസിക നിലവാരത്തിലേക്ക് വളരുമ്പോഴാണ്, ജീവിതത്തിൻ്റെ ആ രീതിയിൽ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് ജീവിതം ആസ്വദിക്കാനാവുന്നത്. ഇതൊന്നുമില്ലെങ്കിലും ഒരു മനുഷ്യന് ജീവിക്കാനാവും, അതിലൊന്നും തർക്കങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ജീവിതം അത് കുറെ കൂടി ആസ്വദിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ സാധ്യമാവേണ്ടതുണ്ട്, നമ്മുടെ സൗകര്യങ്ങൾ കൂട്ടേണ്ടതുണ്ട്. സൗകര്യങ്ങൾ കൂടുമ്പോഴാണ് ഒരാളുടെ ജീവിതം കുറെ കൂടി ആസ്വദിക്കപ്പെടുന്നത്. നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ ഒരു സൈക്കിളിന് വേണ്ടി ആഗ്രഹിച്ച ആളുകളാണ്, പിന്നെ അത് ബൈക്കും സ്കൂട്ടറുമായി, ഇപ്പോൾ കാറായി. കാറ് വാങ്ങിയവര് ഇതിനേക്കാൾ മികച്ച കാർ എങ്ങനെ വാങ്ങാമെന്ന ചിന്തയിലായി. അപ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യൻ. ഈ സൗകര്യങ്ങളെ ജീവിതത്തോടൊപ്പം ചേർത്ത് വയ്ക്കാൻ കഴിയുമ്പോഴാണ് ഒരാൾക്ക് കൃത്യമായ രീതിയിൽ ആ ജീവിതത്തെ ആസ്വദിക്കാനാവുന്നത്. അതിനെന്ത് വേണം? നമ്മുടെ സാമ്പത്തികമായ ചുറ്റുപാട് ബിൽഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. നിലവിലുള്ള വരുമാനം നിങ്ങൾക്ക് പോരാ.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊരു ഷോപ്പിൽ ജോലി ചെയ്യുമ്പോൾ ഒരു 15,000 20,000 രൂപ നിങ്ങൾക്ക് മാസവരുമാനം കിട്ടും. അത് നിങ്ങൾക്ക് പര്യാപ്തമല്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വരുമാന മാർഗത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റണം. അവിടെ കൃത്യമായി കിട്ടുന്ന വരുമാനത്തിനപ്പുറം നിങ്ങളുടെ വരുമാനം അൺലിമിറ്റഡായി മാറുന്നു. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും വലിയ പ്രശ്നം അതിനൊരു റിസ്ക് ഉണ്ട്, അല്ലേ? പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പുതിയ രീതികൾ, പുതിയ വഴികൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ പുതിയ വഴികൾ കണ്ടെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിസന്ധികളുണ്ട്, റിസ്ക് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത്. റിസ്ക് എടുക്കാൻ പലപ്പോഴും മടി കാണിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ജീവിതമാണ്. ഈ ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ കഴിയുന്നവർക്കാണ് അവസരങ്ങളും സാധ്യതകളും ഉപയോഗപ്പെടുത്താൻ പറ്റുക. അല്ലാത്തവര് ജീവിതത്തിൽ ഒതുങ്ങി അങ്ങനെ തന്നെ കിടക്കും. കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ അവനവൻ്റെ ജീവിതത്തെ ഒതുക്കി നിർത്തേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു കംഫർട്ടബിൾ സോൺ പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളുടെ വലിയ സാധ്യതകളിലേക്ക് റിസ്കോടെ ഇറങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ വലിയ മാറ്റങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാൻ പറ്റും. അവസരങ്ങളുടെ, സാധ്യതകളുടെ ഒരു വിശാലമായ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അത് കണ്ടിൽ നിന്ന് നടിച്ച് ഒതുങ്ങി ജീവിതത്തെ നിർജീവമാക്കിയിട്ട് കടന്നു പോകുന്ന ആളുകളായിട്ട് നമ്മൾ മാറരുത്. അതിന് പകരം ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ഇറങ്ങുക, റിസ്ക് ഏറ്റെടുക്കുക, ധൈര്യത്തോടെ, ആത്മവിശ്വാസത്തോടെ ആ സാധ്യതകളിലേക്ക് ഇറങ്ങുക. അത് ജീവിതത്തെ മനോഹരമായ രീതിയിൽ മറ്റൊരു രീതിയിൽ ഡിസൈൻ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. ജീവിതം ഡിസൈൻ ചെയ്യപ്പെടുന്നത് സാമ്പത്തികമായ ചുറ്റുപാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്ക് എത്രത്തോളം പണമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ജീവിതം ഡിസൈൻ ചെയ്യപ്പെടുന്നത്. ഡിസൈൻ ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സൗകര്യങ്ങൾ കൂടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വാഹനം വാങ്ങിക്കുന്നു, നിങ്ങൾ പുതിയ വീട് വെക്കുന്നു, നിങ്ങളുടെ വരുമാനം കൂട്ടാനുള്ള പുതിയ പദ്ധതികൾ നിങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ ഇന്നലെ വരെ ധരിച്ച വസ്ത്രത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു, വ്യത്യസ്തമായ രീതിയിലുള്ള ജീവിത രീതികൾ നിങ്ങൾ അവലംബിക്കുന്നു, വലിയ വലിയ ഹോട്ടലുകളിൽ നിങ്ങൾ പോകുന്നു, സാധാരണ ഹോട്ടലിൽ കയറി നിങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിൽ പോകുന്നു, ചെറിയ ലോഡ്ജിൽ താമസിച്ച് നിങ്ങൾ 5 സ്റ്റാർ ലോഡ്ജുകളിൽ 5 സ്റ്റാർ ഹോട്ടലുകളിൽ നിങ്ങൾ താമസിക്കുന്നു, വലിയ യാത്രകൾ ചെയ്യുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങളിലേക്ക്, ജീവിതത്തിൻ്റെ വലിയ സാധ്യതകളിലേക്ക്, ജീവിതത്തിൻ്റെ മനോഹാരിതയിലേക്ക് നിങ്ങളെ ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് സാമ്പത്തികമായ ചുറ്റുപാട് വളർന്നു വരുമ്പോൾ. അപ്പോൾ പണം ആവശ്യമാണ്. മനോഹരമായ ഒരു ജീവിതത്തെ ഡിസൈൻ ചെയ്യാൻ നമുക്ക് പണം ആവശ്യമുണ്ട്. അവിടെയാണ് പണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ള ഒരു കാര്യം, പണം ആർക്കും ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതോ നമ്മുടെ നിലവിലുള്ള സാഹചര്യമോ നമുക്കുണ്ടാക്കാൻ കഴിയുന്ന പണത്തിൻ്റെ ഒരു സാധ്യതയെ ഇല്ലാതാക്കുന്നില്ല, മങ്ങലേൽപ്പിക്കുന്നില്ല. മറിച്ച് ആ സാധ്യതകളിലേക്ക് ഇറങ്ങാൻ ഒരു മനുഷ്യൻ തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് പണമാണ്. ഒരു മാസം ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെ കടന്നു പോകണമെന്ന് തീരുമാനിക്കുന്നത് പണത്തിൻ്റെ കാൽക്കുലേഷനിലൂടെയാണ്, അല്ലേ? നമുക്ക് ഒരുപാട് അടവുകളുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ചെയ്തു തീർക്കാൻ കുറേ കാര്യങ്ങളുണ്ട്, അതിനിടയിൽ ആഘോഷങ്ങളുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഓരോ മാസവും കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ കാൽക്കുലേഷനിൽ എന്താണ് പ്രധാനമായി നിൽക്കുന്നത്? പണമാണ്. അതുകൊണ്ടാണ് പണത്തിൻ്റെ ലഭ്യത കൂട്ടാൻ നിങ്ങളെപ്പോഴും പരിശ്രമിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ കുറെ കൂടി മനോഹരമാക്കും, അർത്ഥപൂർണമാക്കും, കൂടുതൽ സൗകര്യങ്ങളുടെ ഭാഗമാക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ പറ്റും. അതിനെല്ലാവർക്കും കഴിയട്ടെ. എല്ലാവർക്കും അതിനുള്ള അവസരങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്ത പലതും ഈ ഭൂമിയിലുണ്ടെന്നൊക്കെ പല ആളുകളും പറയും. അതൊക്കെ പറഞ്ഞോട്ടെ. എന്നാൽ പണം നമുക്കൊരിക്കലും വിലയ്ക്ക് വാങ്ങാനാവില്ല. അതിനുവേണ്ടി പണിയെടുക്കണം, റിസ്ക് ഏറ്റെടുക്കണം, പുതിയ സാധ്യതകളിലേക്കും പുതിയ വഴികളിലേക്കും നമ്മൾ ഇറങ്ങാൻ തയ്യാറാവണം. നിലവിലുള്ള സാമ്പത്തിക ചുറ്റുപാട് മനസ്സിലാക്കി അത് പോരാ, അതിനേക്കാൾ കൂടുതൽ വരുമാനം കിട്ടുന്ന മറ്റ് പദ്ധതികളിലേക്ക്, മറ്റ് വഴികളിലേക്ക് ഞാൻ ഇറങ്ങേണ്ടതുണ്ട്. എൻ്റെ ഈ ജീവിതത്തെ കുറെ കൂടി മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ചിന്തയോടെ, ആ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി ജീവിതത്തിൻ്റെ ആ വലിയ സാധ്യതകളെ തിരിച്ചറിഞ്ഞ്, ഈ ലോകത്തിൻ്റെ അവസരങ്ങളെ തിരിച്ചറിഞ്ഞ് ഓരോരുത്തർക്കും ഇറങ്ങാൻ കഴിയണം. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.